താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനും അതിർത്തികൾ മായാൻ പോകുന്നു, അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു, താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസം ഉള്ള ആളല്ല, വിവരമുള്ള ആളാ. അപ്പൊ എന്ത് താങ്കൾ കരുതുന്നു? അറിയുന്ന ആളാ. താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല, അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ളതാ. അല്ല ചവിട്ടിയത് അണലിയാണില്ല. നടക്കില്ല, അത് നടക്കില്ല. അത് ലോകത്ത് നടക്കില്ല എന്നുള്ളത് തന്നെ പോലുള്ള മനുഷ്യന്മാരുള്ളിടത്തോളം കാലം നടക്കത്തില്ലെന്ന് എനിക്കും അറിയാം. എടാ എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഈ നല്ല മനസ്സിലെ അതാണ് ഏറ്റവും വലിയ യോഗ്യത. അങ്ങയുടെ വിശാലമായ സ്വപ്നം മാത്രമാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. താങ്കളുടെ തീരുമാനമല്ല. അതെ, പിന്നെ തനിക്കത് ആനാരാ എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വയ്ക്കും. ഓ വലിയ ചൂടിലാണല്ലോ. എനിക്ക് നല്ല വിവരമുള്ള ആളാണ്. മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്നു ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഇത് ചോദിച്ചു മനസ്സിലാക്കാനില്ല. അത്രയാണ്. അപ്പൊ പിന്നെ ഇല്ല, ഇത് ചോദിച്ചു മനസ്സിലാക്കാനുള്ളതില്ല. പൗലോസേട്ടൻ ഇങ്ങനെയാ, വലിയ തമാശക്കാരനാ. ശ്രീ മൈത്രേയൻ യാഥാർത്ഥ്യം അതല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കറിയാവുന്ന കാര്യമാണ്. തനിക്ക് വിവരമില്ലെന്ന് പറ. യാഥാർത്ഥ്യം അതിർത്തികളാണ്. എന്ത് യാഥാർത്ഥ്യം അതിർത്തികളാണ്. യാഥാർത്ഥ്യം ഇസ്രായേലും പലസ്തീനും യുദ്ധമാണ്. യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ ഫേസ് ഓഫ് ആണ്. താൻ അല്പമെങ്കിലും സ്വല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ആഫ്രിക്കയിലും ഓരോ സ്ഥലങ്ങളിലുള്ള ഗോത്രവർഗ്ഗങ്ങൾ പരമാവധി അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെട്ടുവാളായിരിക്കും. അത് നമുക്ക് നമ്മുടെ കണ്ണൂർ നോക്കിയാൽ മതി. ഇവിടുത്തെ CPM RSSകാരും തമ്മിൽ വെട്ടുവാൾ വെച്ചിട്ടാണ് ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ഒരു 50 വർഷം മുമ്പ് ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളില്ലാത്ത ഇന്നോ 4, 5, 6 യുദ്ധമായിട്ട് ഒരു വർഷം മാറിയിട്ടുണ്ട്. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ തേങ്ങാ കൊലയാ. എന്താ കുറച്ചേരായില്ലോ തുടങ്ങിയിട്ട് ചൊറിയ. താങ്കൾ പറയുന്ന വിശാലമായ ശാന്തി കളയാടുന്ന എല്ലാവർക്കും വിശാലമായ ശാന്തി കളയാടുന്നോണ്ടാണ് താൻ കോട്ടിട്ട് നിൽക്കുന്നത്. നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പനി വരാൻ? വല്ലതും കണ്ട് പേടിച്ചോ മോനെ? കാലാവസ്ഥ മാറിയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ചോദ്യം ചോദിക്കുന്ന ആളെ വിവരക്കേട് എന്നൊക്കെ പറയുന്നത് ചീപ്പ് ഷോട്ട് അല്ലേ? അത് വിട്ടേക്കോ. അങ്ങനെ പറയും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന സമയത്ത് വിഷയം വികസിക്കണം. അതിനു പകരം ഇയാൾ ആദ്യമേ പറഞ്ഞില്ലേ MA കാര്യത്തിനകത്ത് ഞാൻ നിലപാടാണ്, എന്ത് പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ലെന്ന് പറയുന്നത്. അതേപോലെ നിലപാടാണ് ലോകത്ത് സമാധാനം വരുത്തില്ല എന്നുള്ള നല്ല നിലപാട്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? എനിക്ക് ടെൻഷൻ ഞാൻ 2 കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പോൾ നീ പഠിക്കുള്ളൂ.